ഇതൊരു വ്യാഴാഴ്ച ദിവസം, അതായത് ഇന്നലെ ആയിരുന്നു കേട്ടോ. ഇന്നലെ പെട്ടെന്ന് വൈകിട്ട് ചേട്ടൻ നേരത്തെ വന്നപ്പോൾ വയറിന് എന്തോ ഒരു അസ്വസ്ഥതകളുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത ഒരു ടീ ആണ്. അതായത് പെരിഞ്ജീരകം പിന്നെന്താണ് അയമോദകം, ഉലുവ എല്ലാം ഇട്ട് ഇത് ഉള്ള വെള്ളത്തിൻ്റെ പകുതി വരെ ഇത് വറ്റണം. പിന്നെ ഇത്രയും മതി. ഞാൻ പക്ഷേ അഡീഷണലായിട്ട് ഇഞ്ചി ചതച്ചിട്ടു. പിന്നെ നാരങ്ങ പിഴിഞ്ഞ് നാരങ്ങ നീരും കൂടെ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം, ഒരു 15-20 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ ഇത് വറ്റത്തുള്ളൂ. അപ്പോൾ ഇതുണ്ടാക്കുന്ന സമയത്ത് നല്ല മണമായിരുന്നു കേട്ടോ. ഇനി ഒരു തുളസി, ഇതൊരു ഗാർണിഷ് ചെയ്യുന്നതൊക്കെ പോലെ ഒരു ഡെക്കറേഷന് വേണ്ടി ഒരു തുളസിയും കൂടി ഇട്ടു. നല്ല കിഡിലും ഒരു ടീ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ ആണ് ഞാൻ വീണ്ടും ഉണ്ടാക്കുകയാണ്. പെരിഞ്ജീരകം, അയമോദകം, ഉലുവ ഇത്ര എമൗണ്ട് എടുത്ത് ഇത് ആദ്യം തിളപ്പിക്കാൻ പോവാം. നല്ലപോലെ ഈ വെള്ളം വറ്റിയ ശേഷമായിരിക്കും നമ്മൾ ഉപ്പും നാരങ്ങ നീര് ഒഴിച്ചായിരിക്കും കുടിക്കുന്നത്. പിന്നെ തുളസി ഇങ്ങനെ തിളക്കുമ്പോൾ നല്ല ഒരു മണം വരും കേട്ടോ. നമ്മളൊരു 10-15 മിനിറ്റ് നേരം അതിങ്ങനെ ചെയ്യണം. നല്ല മണം വരും. പിന്നെ ഈ നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞ് നമ്മൾ ഒഴിക്കുകയാണ്. നാരങ്ങ നീര് ഇത്ര ഉണ്ട്. അപ്പോൾ ഇതൊന്ന് അരിച്ച് നമ്മൾ ഇങ്ങോട്ട് ഒരു ഗ്ലാസ് ഒഴിച്ചിട്ട്, ഇത് ശരിക്കും 2 ഗ്ലാസ് ഉണ്ട് ഈ കപ്പിൽ. ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇടുകയാണ്. അതാണ് നമ്മുടെ ഹെർബൽ ടീ. ഇങ്ങനെ ചൂടോടെ സിപ്പായിട്ട് കുടിക്കുന്നത് ബ്ലോട്ടിങ്ങിനൊക്കെ നല്ലതാണ്. പിന്നെ വെറുതെ കുടിക്കാം, ഡീറ്റോസ് വാട്ടറായിട്ടൊക്കെ കുടിക്കാം. നല്ല അടിപൊളി സാധനമാണ്.